നമസ്കാരം. പൊതുവേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. താൻ വലിയൊരു ധർമ്മസങ്കടത്തിലാണെന്നും വയനാട് തുടരണോ റായ്ബറേലി തുടരണോ എന്ന ആശയക്കുഴപ്പത്തിലാണെന്നും പറഞ്ഞ രാഹുൽ ഗാന്ധി ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. വയനാട് ഉപേക്ഷിക്കുകയാണ്. ഇന്ത്യ നയിക്കേണ്ട രാഹുലിന് വയനാട്ടിൽ വന്നു നിൽക്കാനാകില്ല എന്ന വിലയിരുത്തലിലാണ് റായ്ബറേലി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കുന്നത്. തന്നെ അത്രത്തോളം പിന്തുണച്ച സ്നേഹിച്ച വയനാട് വിട്ടുപോകുമ്പോൾ വലിയ സങ്കടമുണ്ടെന്ന് രാഹുൽ പറയുമ്പോൾ എന്താണ് കേരളത്തിലെ ജനങ്ങളുടെ വികാരം? വയനാട് ഉപേക്ഷിക്കാനുള്ള രാഹുലിന്റെ തീരുമാനം ശരിയോ? പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ പ്രേക്ഷകനായ മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ് ചേരുന്നത്. മുഹമ്മദ്, നമസ്കാരം. എന്താണ് മുഹമ്മദിന്റെ ഒരു അഭിപ്രായം? ഈ വയനാട് ഉപേക്ഷിച്ച് റായ്ബറേലി തെരഞ്ഞെടുക്കാൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ആ തീരുമാനത്തോട് എങ്ങനെയാണ് മുഹമ്മദ് നോക്കിക്കാണുന്നത്? ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുക, അവിടെ ജയിച്ചിട്ട് അവിടുന്ന് മാത്രം അല്ലെങ്കിൽ ലോകസഭ അല്ലെങ്കിൽ അസംബ്ലി പോലൊക്കെ തോക്കാക്കുക. അതില്ലാതെ ഇത് അവിടെ നിന്നു ഇവിടെ നിന്നു. ഇപ്പൊ അയാൾക്ക് ഇപ്പൊ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ഇവിടെ അയാൾക്ക് മലയാളം അറിയാൻ പറ്റൂല. ഇവിടെ കുറച്ചാളും അയാളൊപ്പം, അവിടെ അയാളൊപ്പം. അപ്പോൾ ഇത് ഈ ഒരു നിയമം ചിട്ടയോടുകൂടി കൊണ്ടുവരാൻ വേണ്ടി ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരോട് പറയുന്നു. കാരണം ഒരാൾക്ക് ഒരു സ്ഥലം, ഇനി അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണ്ടേ, അതിന് എത്രമാത്രം പൈസ ചെലവാകും, എത്രങ്ങാനും ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നും തിരക്കും തള്ളും ആയിട്ടൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടൊരു ലോകസഭാ മെമ്പറെ കൊണ്ടുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ എല്ലാവർക്കും ആവശ്യമാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുക, ആ സ്ഥലം അവർ പിന്തുടരുക എന്നുള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം. അയാൾക്ക് പോകാൻ വലിയ ഇഷ്ടമൊന്നുമില്ല എന്നുള്ളതാ പറഞ്ഞ്, പിന്നെ അയാൾ പോകണമെന്നും പറഞ്ഞു. എന്നാ പോയിക്കോട്ടെ. ശരി, വളരെ നന്ദി മുഹമ്മദ്. മഞ്ചേരിയിൽ നിന്ന് വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. മോഹൻദാസ് വിളിക്കുന്നുണ്ട് ആലത്തൂരിൽ നിന്ന്. മോഹൻദാസ്, എന്താണ് മോഹൻദാസിന്റെ ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ? നമസ്കാരം. നമസ്കാരം. ഇതിനു മുമ്പ് അല്ല, രാഹുൽ ഗാന്ധി മാത്രമല്ല ഇപ്പൊ ഈ രണ്ട് ഭാഗത്ത് മത്സരിക്കുന്നത്. പലരും നേരത്തെ മത്സരിച്ചിട്ടുണ്ട് മുമ്പ്. ഇപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പല പ്രമുഖരും മത്സരിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, നല്ലൊരു നേതാവിനെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ചിലപ്പോ ഒരുപാട് തോൽക്കുന്നൊക്കെ തോന്നലുണ്ടാകുമായിരിക്കാം. അതുകൊണ്ടാണ് ഇപ്പോ അവിടെയും വയനാട്ടും കൊടുത്തത്. വേറൊരു കാര്യം പറഞ്ഞാൽ ആലത്തൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ആലത്തൂർ EMS വന്ന് മത്സരിച്ചിട്ടുണ്ട് ഇവിടെ. VS വിജയരാഘവന്റെ, മാഡത്തിന് അറിയുമെന്ന് എനിക്കറിയില്ല. VS വിജയരാഘവനായിരുന്നു എതിരാളി. അദ്ദേഹത്തിന്റെ അടുത്ത് 3000 ചില്ലറ വോട്ടിനെ ജയിച്ചത് EMS. ഇത്രയും പ്രഗത്ഭനായ ആള്. അതുപോലെ തന്നെ നമ്മുടെ അച്യുതാനന്ദൻ, അദ്ദേഹം മലമ്പുഴയിൽ വന്ന് മത്സരിച്ചു. രണ്ടു ഭാഗത്ത് മത്സരിച്ചില്ല, എന്നാലും വന്നില്ലേ. അപ്പൊ ഇതൊക്കെയാണ്. ഇതിപ്പോ ഒരു വലിയൊരു കാര്യം എന്നല്ലത്. പിന്നെ അദ്ദേഹം ഇന്ത്യ വിട്ടൊന്നും പോണില്ലല്ലോ. ഇന്ത്യക്ക് വേണ്ടി കേരളമൊക്കെ ഇന്ത്യപ്പെട്ട തന്നെയല്ലേ. അപ്പൊ അവിടെയും അദ്ദേഹത്തിന്റെ സേവനം ഇവിടെ ഉണ്ടാവും. പിന്നെ വയനാട്ടില് തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധി ഉണ്ടാവും അവിടെ, അത് ഉറപ്പാണ്. പ്രിയങ്ക ഗാന്ധി തന്നെ അവിടെ മത്സരിക്കാൻ ഇനി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൂടി മോഹൻദാസ് പങ്കുവെക്കുന്നുണ്ട് അല്ലേ? വളരെ നന്ദി മോഹൻദാസ്, ആലത്തൂരിൽ നിന്ന് വിളിച്ചതിനും അഭിപ്രായം പങ്കുവെച്ചതിനും. എന്തായാലും ഉണ്ണികൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുകയാണ് പോത്തങ്കോട് നിന്ന്. ഉണ്ണികൃഷ്ണൻ, നമസ്കാരം. എന്താണ് അഭിപ്രായം? നമസ്കാരമുണ്ട് മാഡം. നമസ്കാരം. അത് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഇതിൽ നഷ്ടം ആർക്കാണ് ശരിക്കും? ഈ നാട്ടിലെ എന്നെയും നമ്മളെ എല്ലാരെയും ഈ നാട്ടിലുള്ള ജനങ്ങൾക്കല്ലേ ഇതിന്റെ നഷ്ടം? ഇനി ഒരു ലക്ഷം അവിടെ വയ്ക്കുമ്പോ രൂപ എത്രയാണ് വേണ്ടത് ഈ യുവമാർക്ക് അറിയാമോ? ഇതുപോലുള്ള ഈ അനാവശ്യ നിയമങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് സാധാരണക്കാരായ എന്നെയും ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയല്ലേ ഇനി ഒരു ഇലക്ഷന് വേണ്ടി ചെലവാക്കാനുള്ളത്? ഇത് ഇവർക്ക് പിന്നെ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് വേറെ വിഡ്ഢികളായിക്കൊണ്ടല്ലേ മനുഷ്യനെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ നികുതി പണം കൊണ്ടല്ലേ ഇവർ ഇനി ഒരു ഇലക്ഷൻ നടത്താനുള്ളത്? എന്തെല്ലാം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇനി ഇതിന്റെ പിറകെ ഇനി എന്തെല്ലാം നരകയാതനകൾ അനുഭവിക്കും, എത്ര നാരികൾ കൂടി ചാവും, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനൊരു നിയമം വേണ്ട. ഒറ്റ സ്ഥലത്ത് നിന്ന് മത്സരിച്ച് തോക്കുന്നെങ്കിൽ അവനെ ജനങ്ങളങ്ങ് എഴുതള്ളിയൊന്ന് കണക്കാക്കണം. ഇത് എന്തിനു വേണ്ടിയാണത്? ഇത് പരമ കഷ്ടമല്ലേ ഇത്? ഇത് ആരെ പണമാണ് ഈ ഇവരെടുത്ത് ചെലവാക്കുന്നത്? ഇവന്റെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഈ പണം ചെലവാക്കുന്നത്. ഈ നാടിന്റെ പൈസയാണ്, ആ നാട്ടിൽ വികസനത്തിന് വേണ്ടിയുള്ള പണമാണ് എടുത്ത് അനാവശ്യമായിട്ട് ചെലവാക്കി ഇലക്ഷൻ നടത്തുന്നത്. ശരി. ഈ ഇലക്ഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് എവിടുന്നാണ് ശമ്പളം കൊടുക്കുന്നത്? ഇവരെയൊക്കെ കുടുംബത്തിനടുത്തുള്ളതാണ് കൊടുക്കുന്നത്.
എന്തോന്നാണ് ഇവര് കാണിക്കുന്നത്? ഇത്രയും വൃത്തികെട്ട ഒരു സംവിധാനം ഇവിടെ ഇന്ത്യയിലല്ലാതെ വേറെ എടുത്തുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്റെ അറിവിലില്ല. ശരി, വളരെ നന്ദി ഉണ്ണികൃഷ്ണൻ പോത്തൻകോട് നിന്ന് വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. ഇത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അതുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം അത് വലുതാണ്, അത് പൊതുജനങ്ങളുടെ പണമാണെന്നുള്ള തരത്തിലാണ് ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ശശിധരൻ വയലാറിൽ നിന്ന് വിളിക്കുകയാണ്. ശശിധരൻ, എന്താണ് അഭിപ്രായം? നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ഈ ന്യൂസ് 18 ഈ പൊതുവേദിയിലേക്ക് മാഡം രണ്ടാമത്തെ ദിവസമാണോ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ഞാൻ കുറച്ച് നാളായിട്ട് ആദ്യമായിട്ടാണ് കണ്ട കഴിഞ്ഞ ദിവസം. അതിനെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇതിനകത്ത് ഒരു വനിതാ പ്രാതിനിധ്യം കൂട്ടുന്നത് നല്ല കാര്യം തന്നെയാണ്. അതിനുള്ള എല്ലാവിധ പിന്തുണയും നൽകുന്നു. വനിതകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു ശശിധരൻ. സാധാരണ കിരണിനെയും മിനുവിനെയൊക്കെ കാണാറുള്ളത്. ശരി ശരി, അഭിപ്രായം പറഞ്ഞോളൂ. അതായത് ഇതിപ്പോ ഇന്നിപ്പോ സ്ട്രോങ് ആയിട്ട് വല്ല അഭിപ്രായം പറയും ഇതിനെതിരായിട്ട്. കാരണം എന്താ അറിയാവോ, ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഇടതു മുന്നണി 4 പേരെ നിർത്തിയപ്പം ആരും ഒരു അഭിപ്രായം പറഞ്ഞില്ല. 4 പേരെ നിർത്തിയില്ല. 4 ഒരാൾ മാത്രമേ ജയിച്ചുള്ളൂ. അപ്പൊ അവിടെയും വേണം ഉപതെരഞ്ഞെടുപ്പ്. അന്നേരം ഒന്നും ആരും പറഞ്ഞൊന്നുമില്ല. പേടിയാണ്, അതിനെപ്പറ്റി പറയാൻ എല്ലാവർക്കും പേടിയാ. ഇപ്പൊ രാഹുൽ ഗാന്ധി ദേശീയ നേതാവാ, അദ്ദേഹം 2 പറഞ്ഞിട്ട് ഇത് ആദ്യ സംഭവമാണെന്ന് തോന്നുന്നു ഈ പറഞ്ഞ കേട്ട് കഴിഞ്ഞാൽ. മഞ്ചേരിന്ന് മുഹമ്മദ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ കൊടികുത്തിയ CPM-കാരനാ. പുള്ളി പറഞ്ഞു തന്നെ രാഹുൽ മത്സരിക്കണ ദുർച്ചലവാന്ന്. നിങ്ങൾക്ക് പറയാൻ പാടില്ലായിരുന്നോ 4 പേര് മത്സരിക്കണ തെറ്റാണെന്ന്? അതൊന്നും പറയത്തില്ല. രാഹുൽ എവിടെ നിന്ന് മത്സരിച്ചാലും ഇത് ഇന്ത്യയിൽ ആ നിയമം മാറ്റേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാ. അവരോട് പോയി പറ, അവർ മാറ്റട്ടെ. അപ്പൊ ഇങ്ങനൊരു നിയമം വേണ്ട എന്നുള്ള അഭിപ്രായമാണ് ശശിധരനും ഉള്ളതല്ലേ? ഇല്ലില്ല, നിയമം വേണം. അത് പറയുമ്പോ ഒരു രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ വേറെ ഒരു മുരളീധരനോ ആരെങ്കിലും മത്സരിക്കുമ്പോൾ മാത്രം പറഞ്ഞാൽ പോരാ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആളില്ലാഞ്ഞിട്ടാണ് കൊല്ലത്തും ആലത്തൂരും പിന്നെ ശൈല ടീച്ചറെ ഒക്കെ കൊണ്ട് നിർത്തിയത്. ആളില്ലാഞ്ഞിട്ടൊന്നും അല്ലായിരുന്നല്ലോ. അപ്പൊ ഇല്ല, അത്രയ്ക്ക് ആളില്ലേ ഈ മുന്നണിയിൽ നിന്ന്, ഈ പാർട്ടിയിൽ നിന്നും ആളില്ല നിൽക്കാനായിട്ട്. അപ്പൊ അതല്ല, രാഹുൽ ഗാന്ധി എന്ത് ചെയ്താലും കുറ്റമെന്ന് പറയാനായിട്ട് കുറെ ആളുകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് എങ്ങനെ ഇരിക്കണം? അങ്ങനെ ലക്ഷക്കണക്കിന് വോട്ടാ ജയിച്ചേ. ഒരിടത്ത് നിന്ന് ഇലക്ഷൻ കഴിഞ്ഞ അടുത്ത ഘട്ടത്തിലാണ് വേറെ പോയി നിന്ന് മത്സരിച്ചത്. അപ്പോ വയനാട്ടില് രാഹുലിനെ വിശ്വസിച്ച് രാഹുൽ ജനപ്രതിനിധിയാകണം, അവരുടെ പ്രതിനിധിയാകണം എന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഇപ്പം വലിയ സങ്കടമായില്ലേ? അവരുടെ പ്രതിനിധിയായ രാഹുൽ ഗാന്ധി ഇല്ല ലോക്സഭയിൽ. നോക്കിക്കോ, അവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം അങ്ങനെ മുൻപന്തിയിൽ ഉണ്ടാവേണ്ട ആവശ്യം. ഒരു MP അവിടെ, ഒരു MP വയനാട് അല്ല, ഞാൻ പറയുന്നത് കേൾക്ക്, ഒരു MP വയനാടിൻ്റെതായിട്ട് അവിടെ പോയി ഇരുന്നാൽ മാത്രമേ പിന്നെ പ്രശ്നം പരിഹരിക്കുമെന്നൊന്നുമില്ല. സഹോദരി, ഞാൻ പറയുന്നത് കേൾക്ക്, ഒരു MP വയനാട്ടിൽ സ്ഥിരം പ്രതിഷ്ഠിച്ചു വെച്ചാൽ മാത്രമേ കാര്യം. അവിടുത്തെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് അദ്ദേഹം നിറവേറ്റി കൊടുക്കും. അത് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അത് നോക്കിയാൽ മതി, വേറെ കാര്യമൊന്നും നോക്കണം. പിന്നെ ദുർച്ചലവാണെന്ന് പറയുന്നവര് ഇതിന് നിയമം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി വയനാട്ടിൽ ആര് വരണം എന്നാണ് ശശിധരന്റെ ഒരു ആഗ്രഹം? എന്തോ വയനാട്ടിൽ ഇനി ആര് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തണം എന്നുള്ളതാണ് ഒരു ആഗ്രഹം. ഏത് കോൺഗ്രസ്സുകാർ നിന്നാലും ശരി വയനാട്ടിൽ ജയിക്കും. അത് കൊച്ചു കുഞ്ഞിന് വരെ അറിയാം. ഒരു തർക്കവും ഇല്ല കാര്യത്തിൽ. പ്രിയങ്ക ഗാന്ധി വന്നാൽ നല്ലതായിരിക്കും. കാരണം ഇപ്പൊ രാഹുൽ പോയതിന്റെ പരിഹാരമാകുമല്ലോ. ശരി, വളരെ നന്ദി ശശിധരൻ വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. കൊല്ലത്ത് നിന്ന് രാജൻ എന്ന പ്രേക്ഷകൻ ചേരുന്നുണ്ട്. രാജൻ, എന്താണ് അഭിപ്രായം? ഈ വയനാട് ഉപേക്ഷിക്കാനുള്ള തീരുമാനം, അതിന് കൃത്യമായ വിലയിരുത്തലുകളുണ്ട്, ന്യായങ്ങളുണ്ട്, വിശദീകരണമുണ്ട് പാർട്ടിക്ക്. പക്ഷെ എന്നിരുന്നാൽ പോലും എന്താണ് രാജന്റെ ഒരു അഭിപ്രായം? ആ തീരുമാനം ശരിയാണോ? അതെ മാഡം, ഈ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ 5 വർഷം പുള്ളി ഒന്നും ചെയ്തില്ല അവിടെ. പിന്നെ വന്യജീവി പ്രശ്നവും അതും ഇതും ഉണക്കും എല്ലാം കുടിവെള്ളം ഇല്ലാഴിയും ഒക്കെ ഉണ്ടായിട്ട് യാതൊരു കാര്യവും പുള്ളി ചെയ്തില്ല. പക്ഷെ വയനാട്ടിലെ ജനങ്ങൾക്ക് അത്തരത്തിലൊരു അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇത്രയും ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കില്ലല്ലോ. പ്രാവശ്യം വന്നിട്ട് പോയി, അത്രമാത്രം ചെയ്തിട്ടുള്ളൂ പുള്ളി. പിന്നെ പുള്ളി വളരെ നല്ലവനും നീതിവാനുവാന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടു. 780 കോടി ED കള്ളപ്പണം പിടിച്ചു അമ്മയുടെ മോന്റെ കയ്യിൽ നിന്ന്. അതെന്തിനാണെന്ന് ചോദിച്ചു നോക്കിയ പലരോടും. എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു കേസ് കൂടെ വരുന്നുണ്ട്, നാഷണൽ ഹെറാൾഡ് വിറ്റേന്റെ. അതിന്റെ പിന്നെ പ്രശ്നങ്ങൾ വേറെ. പിന്നെ വയനാട് ഉപേക്ഷിക്കാനുള്ള കാരണമുണ്ട്. കാരണം റായ്ബിലേറി രാജിവെച്ചു വയനാട്ടിന്റെ MP അവിടെ വരുന്നാല് മോദി വലിച്ചു കയറും. കാരണം പിന്നെ പാകിസ്ഥാന്റെ കൊടിയുള്ള സ്ഥലത്തുനിന്ന് ജയിച്ചു വന്നെന്ന് പറയും. അപ്പൊ അതുകൊണ്ടും കൂടെ നാണക്കേട് ഉണ്ടാകാതിരിക്കാനാണ് രാജിവെക്കുന്നത്. സ്വന്തം അളിയൻ റോബർട്ട് വധര 5000 കോടി വെട്ടിച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് 170 കോടി രൂപ BJPക്ക് സംഭാവന കൊടുത്തു, ഇലക്ഷൻ ഫണ്ട്. അതൊന്നും എല്ലാം മറച്ചു വെച്ചിട്ട് വളരെ നല്ലവനും നീതിവാനുമാണ്
വയനാടിന് വേണ്ടി പ്രവർത്തിക്കും. എന്ത് മാങ്ങാത്തുരി ഉണ്ടാക്കിയാൽ എനിക്കറിയാൻ വയ്യ. വളരെ നന്ദി രാജൻ വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീധരനാണ് വിളിക്കുന്നത്. ശ്രീധരൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? മേഡം കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നിന്ന്. എന്താണ് ശ്രീധരന്റെ ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ? എന്റെ അഭിപ്രായത്തില് രാഹുൽ ഗാന്ധി വയനാട് വിടാൻ പാടില്ലായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹത്തെ ഇവിടുന്ന് ജയിച്ചു ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടത്. വീണ്ടും ഇപ്പൊ വിടുന്നതില് വേറെ സ്വാർത്ഥ താല്പര്യം എന്നല്ലാതെ ഞാൻ ഇതിനൊന്നും കാണാൻ വഴിയില്ല. ഇനിയിപ്പോ രാഹുൽ ഗാന്ധി മൂപ്പരുടെ സിസ്റ്ററെ ഇവിടെ പെങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ജയിപ്പിക്കാനോ എന്തോ അതിന്റെ ഉള്ളിലുള്ള ഇതായിരിക്കും. ആദ്യം വിടില്ല എന്നെല്ലാം പറഞ്ഞ് ഇരുന്ന ആളാണ്. ഇപ്പൊ പറയണു ഈ അയാളിപ്പോ വീണ്ടും അയാള് ഇവിടുന്ന് മാറിയിട്ട് പോയി അവിടെ ഒരു എലക്ഷൻ, ഇവിടെ ഒരു എലക്ഷൻ. ഇതിനൊക്കെ നമ്മളുടെ ഈ നികുതി പണാണല്ലോ ചെലവാക്കുന്നത്. അതും ഒരു കഷ്ടല്ലേ. ഇതിന് ആര് വിചാരിച്ചാലും പാകില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇലക്ഷൻ കമ്മീഷനെങ്കിലും ഇത് ഒന്ന് ഇതിന്റെ ക്രമപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അയാൾ ഒരു കാലത്തും ഇവിടെ വിടാൻ പാടില്ലാത്ത ഒരാളാണ്. വയനാട് വിട്ടത് അയാൾക്ക് വളരെ കഷ്ടവും. അയാളിനെ അത്രയും ഇതായിട്ടാണല്ലോ രണ്ടാമതും ഒരാളെ ഒരു MP ആയിട്ട് ഇവിടുന്ന് പറഞ്ഞയക്കുന്നത്. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. ശരി, വ്യക്തമാണ് ശ്രീധരൻ. വളരെ നന്ദി വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ശിവജിയാണ്. ശിവജി അഭിപ്രായം പറഞ്ഞോളൂ. അത് നമ്മളൊരു പഴഞ്ചൊല്ല് പറയും, കാട്ടിലെ തടി തേവരുടെ ആനാന്ന്, വലിയടാ വലിയെന്ന്. ഇത് തന്നെ സംഭവം. ഈ കാസർഗോഡ് നമ്മുടെ ഈ എൻഡോസൾഫാൻ ദുരിത ബാധിച്ച് കിടക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടാൽ ഈ നാട്ടുകാരുടെ നികുതി പണം എടുത്ത് ഇവന്മാർക്ക് ഇങ്ങനെ കൂത്താടാനായിട്ട് ഇനി ഈ അംഗം ഒരു മാസം കഴിയുമ്പോൾ ഈ 3-4 ഇനി ഒരു അംഗം നടത്താമല്ലോ. ഇതിൽ മാന്യന്മാരാരുമില്ല. ഇവിടെ തോമസ് ഐസക്ക്, ടീച്ചർ, പിന്നെ നമ്മുടെ മുകേഷ്, കൂടാതെ നമ്മുടെ കനൽ ഒരു തരിയും. ആ തരി എങ്ങനെയൊന്ന് രക്ഷപ്പെട്ടെന്ന് മാത്രം. ഇവന്മാർ ഈ അഭ്യാസം കാണിച്ച് നാട്ടുകാരുടെ കാശ് തിന്നാം, അവർക്ക് ഒന്നുകൂടെ കൂത്താടാം, 1-2 ചെറുപ്പക്കാരെ വേണമെന്ന് വെച്ചാൽ കുരുതി കൊടുക്കാം. ഇതല്ലേ ഇവരുടെ പരിപാടി. ഇത് കോടതി ഇടപെട്ട് ഇത്തരം പരിപാടികൾ. ഇതിപ്പോ രാഹുൽ ഗാന്ധി BJPയുടെ സുരേന്ദ്രന്റെ ഹെലികോപ്റ്ററെ പറന്ന് കടന്ന് കാസർഗോഡും റാന്നിയിലും കോന്നിയിലും ഒക്കെ കിടന്ന് മത്സരിച്ചു. വല്ല കാര്യമുണ്ടായി? ഇതുകൊണ്ട് നാട്ടുകാർക്ക് എന്താ ഗുണം? ഇതെന്താണെന്നറിയോ, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പ്രയോറിറ്റി രാഷ്ട്രീയക്കാർ കൊടുക്കുന്നില്ല. അവർക്ക് കൂത്താടണം. ഇന്നിപ്പോ പിണറായി പറയുവാണ്, ഞാൻ രാഹുൽ ഗാന്ധി ഒന്നും പറഞ്ഞിട്ടില്ലത്. ഇയാൾ ഇരട്ടച്ചങ്ങനാണോ പരട്ടച്ചങ്ങനാണോ എന്ന് എനിക്ക് സംശയം. പറഞ്ഞുകൂടെ? ഇതാണ് ഇവരുടെ നാടകങ്ങളാണ്. ഇവരെല്ലാം ഒന്നാണ്. നമ്മുടെ കേരള ഹൗസിൽ ഡൽഹി ചെന്ന് നോക്കണം, ഇവന്മാരുടെ കൂത്താട്ടം കാണണം. ഇവിടെ ഇവന്മാര് നാട്ടുകാരെ തമ്മിൽ തല്ലിക്കുക എല്ലാവരോട് ഇട്ടിട്ട്, എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇവന്മാരെല്ലാം ഒന്നാ. ഇതാണ് ഈ രാഷ്ട്രീയക്കാർ. ഇവന്മാരെ കണ്ടാ കഞ്ഞിട്ടില്ലെന്നേ. നാശങ്ങളെ നിങ്ങള്, നാടിന്റെ നാശങ്ങളാണ് രാഷ്ട്രീയക്കാർ. ഇവരെ ഒന്ന് പുന്നാരിച്ച് കൊണ്ടുനടക്കണം, വരെ കല്ലെറിഞ്ഞു കൊല്ലണം. ശരി ശിവജി, അതാണ് ശിവജിയുടെ അഭിപ്രായം ആണ് ശിവജി രേഖപ്പെടുത്തിയത്. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് അജയകുമാറാണ് വിളിക്കുന്നത്. അജയകുമാർ നമസ്കാരം. എന്താണ് അഭിപ്രായം? വയനാട് ഉപേക്ഷിക്കാനുള്ള തീരുമാനം, ഉപേക്ഷിച്ച ആ തീരുമാനം അത് ശരിയാണെന്നാണോ തെറ്റാണെന്നാണോ തോന്നുന്നത്? നമസ്കാരം. അല്ല, അദ്ദേഹം ഇവിടെ ഉപേക്ഷിച്ചത് ശരിയായത് കൊണ്ടല്ലേ? അദ്ദേഹത്തിന് ശരിയായത് കൊണ്ടോ കോൺഗ്രസ് പാർട്ടിക്ക് ശരിയായത് കൊണ്ടല്ലോ അവരത് ഉപേക്ഷിച്ചതും. ഇവിടെ മറ്റൊരു വിഷയം, 2 മണ്ഡലത്തിൽ നിന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഏതെങ്കിലും ഒരു മണ്ഡലം ഉപേക്ഷിക്കും, അത് സ്വാഭാവികമാണ്, അങ്ങനെ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം, 2014 നമ്മളൊന്ന് ശ്രദ്ധിക്കണം. 2014 ഏകദേശം തോൽവി മണത്തതാണ് അദ്ദേഹം അമേഠിയിൽ. അങ്ങനെയാണ് 2019 സുരക്ഷിത സീറ്റ് എന്നുള്ള രീതിയിൽ കേരളത്തിൽ വന്നിരുന്നത്. ഇന്ത്യയിലെ 543 ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സുരക്ഷിതമായിട്ട് മത്സരിക്കാൻ പാർട്ടി കണ്ടെത്തിയ ഒരേ ഒരു സീറ്റ് ഒരു പ്രത്യേക സമുദായത്തിന്റെ ആധിപത്യമുള്ള വയനാട് മണ്ഡലമാണ്. ആ വയനാട് മണ്ഡലത്തിലെ പാവങ്ങളായ ജനങ്ങൾ അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. രണ്ടാമതും അദ്ദേഹം അവിടെ തന്നെ വന്നു നിന്നു. രണ്ടാമത് അദ്ദേഹം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം അമേഠിയിൽ ഒന്നുകൂടി മത്സരിക്കണം എന്ന ആവശ്യം ഉയർന്നു വന്നപ്പോൾ അവരത് മിണ്ടാതിരുന്നു. വയനാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അന്ന് ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട ദേശീയ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ മൂടിവെച്ചു. ദേശീയ മാധ്യമം കൃത്യമായിട്ട് പറഞ്ഞു കേരളത്തിലെ ഇലക്ഷൻ കഴിയിട്ട് അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ UP മത്സരിക്കുമെന്ന്. കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞു. അദ്ദേഹം റായ്ബറേലിയിൽ കൊണ്ട് നോമിനേഷൻ കൊടുത്തു. റായ്ബറേലിൽ അദ്ദേഹം ഭാഗ്യത്തിന് ജയിച്ചു. ഓക്കെ, അവരുടെ പരമ്പരാഗത സീറ്റ്. അമേഠിയിൽ തോറ്റതുകൊണ്ട് അമേഠിയിൽ മത്സരിച്ചില്ല, ഭയമായിരുന്നു. റായ്ബറേലിൽ പോയി നിന്നു, അമ്മ മത്സരിച്ച സീറ്റില്. അവിടെ പോയി നിന്നു, അദ്ദേഹം ജയിച്ചു. വളരെ ഈസി ആയിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു ആപൽ ഘട്ടത്തിൽ ആരദ്ദേഹത്തെ കൈപിടിച്ചു പൊക്കി അവരെ എന്താണ് പറയുക, കറിവേപ്പന പോലെ എടുത്ത് അദ്ദേഹം വെളിയിൽ കളഞ്ഞു. അതല്ലേ അദ്ദേഹം ചെയ്തത്. അങ്ങനെയല്ല, ചില ഘട്ടത്തിൽ നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരില്ലേ?
രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ചും എടുക്കണ്ട എന്നല്ല പറയുന്നത്. അദ്ദേഹം MP ആണ്. അദ്ദേഹം MP ആയിട്ട് റായ്ബറേലിയിൽ നിന്നായാലും വയനാട്ടിൽ നിന്നാലും എന്താണ് വ്യത്യാസം? അദ്ദേഹത്തിന് ഒരു അപകടത്തിലേക്ക് പോയപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തിയതാണ്. അത് മറന്നു പോകരുത്. 2019 അദ്ദേഹം വയനാട്ടിൽ തോറ്റിരുന്നെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം കാണുകയില്ലായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ള ഒരു പരസ്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ നാട്ടിലെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത്. കേരളത്തിൽ നിന്ന് വന്ന ഏറ്റവും കൂടുതൽ സീറ്റും അദ്ദേഹത്തിന് കിട്ടിയത്. എന്നിട്ട് എന്താണ് ചെയ്തത്? ഇപ്പൊ കാണിച്ചിരിക്കുന്ന അത് ഒരു സീറ്റ് ഒഴിയണം. പക്ഷെ വയനാട്, ഈ സാഹചര്യത്തിൽ വയനാട് ഒഴിഞ്ഞത് ശുദ്ധ നെറികേടെന്നേ പറയാനുള്ളൂ. രാഷ്ട്രീയ മര്യാദ ഇല്ലായ്മയെന്നേ പറയാനുള്ളൂ. ശരി, അതാണ് അജയ്കുമാറിന്റെ അഭിപ്രായം. വളരെ നന്ദി വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പന്തളത്ത് നിന്നാണ് ജോബി. ജോബി, നമസ്കാരം. എന്താണ് അഭിപ്രായം? മാഡം കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ശ്രീ രാഹുൽ ഗാന്ധി ഈ നാടിനോട് ചെയ്തത് എനിക്ക് മുമ്പ് സംസാരിച്ച പ്രേക്ഷകൻ പറഞ്ഞതുപോലെ കേരളത്തോട് ചെയ്ത ഏറ്റവും വലിയ നെറികേടാണ്. നമ്മുടെ രാജ്യത്തോട് ചെയ്ത ഏറ്റവും നെറികേടാണ്. ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ ഒരു മുന്നണി രൂപീകരിച്ച് അതിൽ ഏറ്റവും വലിയ അതിന്റെ നേതൃത്വത്തിൽ നിന്ന ശ്രീമതി ആനി രാജ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ തന്നെ ഇന്ത്യ മുന്നണിയുടെ നേതാവെന്നുള്ള തരത്തിൽ ഇന്ത്യ മൊത്തം ഉയർത്തിക്കാട്ടിയ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിച്ചത് കൊണ്ട് കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ ജയിച്ചു. അതൊരു രാഷ്ട്രീയം. CPM, ഞാൻ CPM ആയതുകൊണ്ട് പറയല്ല, ഞാൻ CPM തന്നെയാണ്, അതുകൊണ്ട് പറയല്ല. പക്ഷെ ഏറ്റവും വലിയ നെറികേടാണ് ഈ കാണിക്കുന്ന, ഇന്ന് വന്ന് ഈ കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി കാണിക്കുന്ന ഏറ്റവും വലിയ നെറികേടാണ് മാഡം. മലയാളികളോട് ചെയ്യുന്ന ഏറ്റവും വലുത്. അത് നീതീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്ത്യ മുന്നിലുള്ള ഭാഗമാണ്, CPM തന്നെയാണ്. ഏറ്റവും വലിയ നെറികേടാണ് ഈ കാണിച്ചത്. ശരി, വളരെ നന്ദി ജോബി അഭിപ്രായം പങ്കുവച്ചതിന്. അപ്പോൾ തീരുമാനം ശരിയായില്ല എന്നുള്ളതാണ് ജോബിയുടെ അഭിപ്രായം. അഞ്ചലിൽ നിന്ന് ജോൺ വിളിക്കുന്നുണ്ട്. ജോൺ, നമസ്കാരം. എന്താണ് ജോണിന്റെ അഭിപ്രായം? ഇത് ശരിയാണെന്നാണോ തെറ്റാണെന്നാണോ അതോ രാഷ്ട്രീയമായ ഒരു നിലപാടായി തീരുമാനമായി ഇതിനെ കണക്കാക്കിയാൽ മതി എന്നാണോ? വളരെ ശരിയായ ഒരു തീരുമാനമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ UP റായ്ബറേലിയിൽ നിന്ന് പുള്ളി MP ആയി തുടർന്നു കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ പുള്ളി കൂടുതൽ ശോഭിക്കത്തേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ കേരളത്തെക്കാളും എത്രയോ അധികം MP-മാരുള്ള ഒരു സംസ്ഥാനമാണ് UP. അവിടെ തുടരുന്നതാണ് എന്തുകൊണ്ടും രാഹുൽ ഗാന്ധിക്ക് ഇനിയുള്ള കാലം രാഷ്ട്രീയത്തിൽ തുടരുന്നത് ഏറ്റവും നല്ല കാര്യം. ഇതാണ് എന്റെ അഭിപ്രായം. വയനാട് ഇനി ആരെ പ്രതിനിധീകരിക്കും? ജോണിന്റെ അഭിപ്രായം എന്താണ്? ആര് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരണം? UDF തന്നെ ജയിക്കും. UDF-ന്റെ സ്ഥാനാർത്ഥികൾ വരും അവിടെ. ആരായാലും മതി, ഏത് സ്ഥാനാർത്ഥിയായാലും മതി എന്നുള്ളതാണ് അഭിപ്രായം. ശരി, വളരെ നന്ദി ജോൺ അഭിപ്രായം പങ്കുവച്ചതിന്. കണ്ണൂരിൽ നിന്ന് ദാസൻ എന്ന പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ദാസൻ, അഭിപ്രായം എന്താണ് വിഷയത്തിൽ? ഇത് ശുദ്ധമായ തോന്നിയവാസമാണ്. ഈ രാഹുൽ ഗാന്ധി എന്നല്ല, ഏത് നേതാവായത്. ഇപ്പോ കഴിഞ്ഞ നമ്മുടെ നരേന്ദ്രമോദി മത്സരിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ നമ്മുടെ അറിവ് തന്നെ ഇപ്പം K കരുണാകരൻ അസംബ്ലിയിലേക്ക് മാലയിലും നേമത്തും ഒന്നിച്ച് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ശുദ്ധ തോന്നിയവാസങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇങ്ങനെ വകുപ്പുണ്ടെങ്കിൽ ആ വകുപ്പ് ഭേദഗതി ചെയ്തിട്ട് ഇത് തോന്നിയവാസം ഇത് പാടില്ല. കാരണം ഈ പാവപ്പെട്ട നാട്ടിൽ ഈ ജനങ്ങളെ കഷ്ടപ്പെട്ട് പാവപ്പെട്ടവന്റെ നികുതി പണം കൊണ്ട്, അല്ലെങ്കിൽ ഇവന്റെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് ചെലവ് വഹിക്കണോ, അല്ലെങ്കിൽ സ്വന്തം വ്യക്തി വഹിക്കണോ? രാഹുൽ ഗാന്ധിയൊക്കെ നെഹ്റുവിന്റെ ഒക്കെ ചെറുമകനല്ലേ, ഇഷ്ടംപോലെ പണം ഉണ്ടാവും. അല്ലാതെ ഇതൊക്കെ ശുദ്ധ തോന്നിയവാസം. ഏത് പാർട്ടിക്കാരും ഇപ്പൊ നരേന്ദ്രമോദി ആയാലും രാഹുൽ ഗാന്ധി ആയാലും പിണറായി വിജയൻ ആരായാലും ഇത് പാടില്ല. ഇത് തോന്നിയവാസാണ്. ഈ മേലാതെ ഇങ്ങനെ പാടില്ല. പിന്നെ കോൺഗ്രസ്സുകാർ ചിന്തിച്ചു നോക്കട്ടെ. ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ അവനെ ഒരു നിവൃത്തിയില്ലാതെ ഉത്തരേന്ത്യയിൽ ഏടി രക്ഷയിലാണ്ട് ഈ പാവപ്പെട്ട ആൾക്കാരുടെ കൂടി ആ പാവത്തിന് ജയിപ്പിച്ചു. ഇപ്പൊ നോക്കുമ്പോൾ ശരിയായ കോൺഗ്രസ്സുകാരന് തനി സ്വരൂപം കാണിച്ചു. ഒരു സംശയം ഇത് തന്നെ ഇവരെ സ്വഭാവം. വേറെ ഇയാൾക്ക് മനസ്സിലാക്കാൻ യാതൊരു ആവശ്യമില്ല. ഇവിടെ ജയിക്കും, 100% ജയിക്കും ഉറപ്പല്ലേ. പിന്നെ റായ്ബറേലി ഇപ്പൊ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ തോന്നിയവാസമാണ്. ശരി, വളരെ നന്ദി ദാസൻ വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ചാത്തന്നൂരിൽ നിന്ന് രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ, എന്താണ് അഭിപ്രായം? ജനങ്ങളുടെ നികുതി പണം പൂർത്തടിക്കുന്ന ഈ പ്രക്രിയ അവസാനിപ്പിക്കേണ്ടതായ കാലം കഴിഞ്ഞു. ഇന്ത്യ മഹാരാജ്യം അതിന്റെ സ്വയംഭരണ അധികാര സംവിധാനത്തിൽ വന്നതിന് ശേഷം പല ഉന്നത നേതാക്കളും 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു.
തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും സുപ്രീം കോടതി ആയാലും നിയമ നിർമ്മാണ സംവിധാനമായാലും നമ്മുടെ രാജ്യത്ത് ഈ സംവിധാനം അവസാനിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ നിയമസഭയിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒരാൾക്ക് ജയിക്കുന്ന 2 സ്ഥലം ഉണ്ടെങ്കിൽ ഒരാൾക്ക് 2 സ്ഥലത്ത് അത് പിന്നെ പന്തിപക്ഷവല്ലി കാണിക്കുന്നത്. അങ്ങനെയാണ് പഞ്ചായത്തിൽ ഒരാൾക്ക് 2 സ്ഥലത്ത് മത്സരിക്കാനുള്ള നിയമം വേണ്ടേ, അസംബ്ലിയിൽ വേണ്ടേ? അപ്പൊ ഇത് പൂർണ്ണമായും രാഹുൽ ഗാന്ധി തോൽക്കുമെന്ന് ഭയന്നിട്ടാണ് 2 സ്ഥലത്ത് മത്സരിച്ചത്. അല്ലെങ്കിൽ തന്നെ ഒരിടത്ത് മത്സരിച്ച് തോറ്റു എന്നിരിക്കട്ടെ. ഇപ്പൊ പിന്നെ നമ്മൾ കുര്യനൊക്കെ മന്ത്രിയായല്ലോ, അപ്പൊ MP അല്ലെങ്കിലും മന്ത്രിയാവാമല്ലോ, അല്ല പ്രധാനമന്ത്രി ആകാമല്ലോ, പിന്നെ വേറെ മത്സരിച്ചാൽ പോരെ. അപ്പോ ഇങ്ങനെ 2 മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ശുദ്ധമായ ധൂർത്താണ്. ജനങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന പണിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടുകാരോട് കാണിച്ചത്. അതിനുവേണ്ടി വയനാട്ടിലെ ജനങ്ങൾ ഇനി ചെയ്യാനുള്ളത് ശുദ്ധമായ മധുര പ്രതികാരം വീട്ടണം. രാഹുൽ ഗാന്ധിയുടെ ഈ അഹങ്കാരത്തിന് വയനാട്ടിലെ ജനങ്ങൾ ബൈ-ഇലക്ഷനിൽ പകരം വീട്ടണം. അതാണ് ഒരു ജനാധിപത്യ വിശ്വാസിയായ എന്റെ അഭിപ്രായം. വളരെ നന്ദി രാധാകൃഷ്ണൻ വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. ജയശങ്കർ വിളിക്കുന്നുണ്ട് പാലക്കാട് നിന്ന്. ജയശങ്കറിന്റെ അഭിപ്രായം എന്താണ് ഈ വയനാട് ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച്? ഈ വയനാടോ ഇന്ത്യയിലെ വേറെ സ്റ്റേറ്റോ നിയോജക മണ്ഡലം എന്നുള്ളതല്ല, ഈ നിയമം തന്നെ എടുത്തു കളയണം. ഒരാള് ഒരു പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിൽ നിൽക്കണം. MLA MP സ്ഥാനത്തിന് നിൽക്കുക, ജയിക്കുക, അവിടെ ഇലക്ഷൻ വരിക. ഈ സംഭവം തന്നെ അവസാനിപ്പിക്കേണ്ട കാലമാണ്. രാഹുൽ ഗാന്ധി ഇവിടെ നിൽക്കുന്നോ വേറൊരു സ്ഥലത്ത് നിൽക്കുന്നോ എന്നുള്ളതല്ല, വ്യക്തമായും ഒരു നിയമം കൊണ്ടുവന്ന് ഒരാൾ ഒരു പോസ്റ്റ് മാത്രം ഹോൾഡ് ചെയ്യുക. അല്ലെങ്കിലോ അവർ നിന്ന് 2 സ്ഥലത്ത് ജയിക്കുകയാണെങ്കിൽ 2 സ്ഥലം നോക്കട്ടെ. ഇന്ന് ടെക്നോളജി അത്രയും ഡെവലപ്പ് ചെയ്ത കാലമാണല്ലോ. 2 കോൺസ്റ്റൻസി മാനേജ് ചെയ്യാനൊക്കെ ഇരുന്ന സ്ഥലത്തിരുന്ന് പറ്റും. ഈ 2 കാര്യങ്ങൾ ചെയ്യാതെ ഇങ്ങനെ നമ്മുടെ നികുതി പണം നശിപ്പിക്കുന്ന ഈ സംഭവം ശരിയല്ല. ഇവിടെ തന്നെ സംസ്ഥാനം ഇത്രയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ ഇനി 2 സംസ്ഥാന ഇലക്ഷൻ വരികയാണ്. പാലക്കാടും വരികയാണ്, ചേലക്കരയും വരികയാണ്. ഇത് എന്തിനാണ് അനുവദിക്കുന്നത്? ഈ നിയമം തന്നെ അവസാനിപ്പിക്കണം. ശരി, വ്യക്തമാണ് ജയശങ്കർ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ പാലക്കാട് നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. രാജനാണ്. രാജൻ നമസ്കാരം. രാജന്റെ ഒരു അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? കോളർ നഷ്ടമായിരിക്കുന്നു. പ്രസാദ് വിളിക്കുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. പ്രസാദിന്റെ അഭിപ്രായം എന്താണ്? പറഞ്ഞോളൂ. ഇതിനകത്ത് പറയാനുള്ളത്, ഒരാൾ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് നമ്മുടെ എക്സ്ചക്കറിന് ഒരുപാട് നഷ്ടം വരുത്തുന്നതാണ്. ടിവിയിൽ ശ്രദ്ധിക്കാതെ ദയവായി ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കുക, എങ്കിൽ മാത്രമേ താങ്കൾ പറയുന്നത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. പറയാനുള്ളത്, ഒരാൾ 2 മണ്ഡലങ്ങളിൽ ഒരേ സമയം മത്സരിക്കുന്നത് നമ്മുടെ എക്സ്ചക്കറിന് ഒരുപാട് നഷ്ടം വരുത്തി വെക്കുന്നതാണ്. ഇദ്ദേഹം റായ്ബറേലിയിൽ മത്സരിച്ചത് തന്നെ പിന്നെ അവിടെ വയനാട്ടിൽ മത്സരിച്ചത് തന്നെ റായ്ബറേലി ജയിക്കുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഇപ്പോ വയനാട് ഒഴിവാക്കുന്നത്. റായ്ബറേലി ഒഴിവാക്കിയാൽ വീണ്ടും ജയിക്കുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. അതാണ് പ്രസാദിന്റെ ഒരു നിരീക്ഷണം. അങ്ങനെയാണ് അഭിപ്രായം. വളരെ നന്ദി പ്രസാദ് വിളിച്ചതിന്. കൊല്ലത്ത് നിന്ന് ഉദയൻ വിളിക്കുന്നുണ്ട്. ഉദയൻ, എന്താണ് അഭിപ്രായം? ഹലോ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ദേശീയ നേതാവാ. കാര്യം നേരത്തെ ഇവിടെ ഓരോരുത്തർ നേമത്തും മാളയിലും പാലക്കാട്ടും പത്തനംതിട്ടയൊക്കെ ഇവിടെ മത്സരിച്ചിട്ടുള്ള. അന്നേരം ഈ ജയിക്കുമ്പോൾ മാത്രം അദ്ദേഹത്തിന് ജനസമ്മതിയാണത്. രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണ്. അന്നേരം രാഹുൽ ഗാന്ധി വയനാടോ റായ്ബറേലി ഉപേക്ഷിച്ചാൽ തന്നെയും റായ്ബറേലിയിലെ ജനങ്ങൾക്ക് അദ്ദേഹം കാണിച്ച മോശമാണെന്നുള്ള അഭിപ്രായമല്ല വരുത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ട. രാജീവ് ഗാന്ധി റായ്ബറേലിൽ, അതായത് ഇന്ത്യയുടെ മധ്യഭാഗമായ ഉത്തർപ്രദേശിൽ നിന്ന് മത്സരിച്ചെങ്കിൽ മാത്രമേ ഇനി ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് BJPയുടെ മുന്നേറ്റം തടയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മോശമായി പോയി എന്നുള്ള അഭിപ്രായത്തിനൊന്നും ഇവിടെ പ്രാധാന്യമില്ല. രാജീവ് ഗാന്ധി ദേശീയ നേതാവാണെന്നുള്ള ഒരു യുക്തി അത് മനസ്സിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ളവർ സംസാരിക്കുക. രാജീവ് ഗാന്ധിയുടെ തീരുമാനം ഉചിതം തന്നെയാണ്. അത്രയുള്ള എനിക്ക് അഭിപ്രായം. ശരി, വളരെ നന്ദി ഉദയൻ കൊല്ലത്ത് നിന്ന് വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. ദുബായിൽ നിന്നാണ് അടുത്ത പ്രേക്ഷകൻ വിളിക്കുന്നത്, അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാന്റെ അഭിപ്രായം എന്താണ്? ഹലോ, നമസ്കാരം. നമസ്കാരം. ഏതായാലും ഒരു കാര്യത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് നന്ദി പറയാം. കാരണം പറഞ്ഞാൽ 200 ചില്ലറ സീറ്റിൽ നിന്ന് 400 സീറ്റാക്കിയിട്ട് ഞാൻ ഇന്ത്യയെ മൊത്തം വിൽക്കും എന്ന് പറഞ്ഞ ആളെ ചവിട്ടി വരച്ച് അവിടെ താഴ്ത്തി ഇരുത്തിയതിന് ജനങ്ങൾക്ക് നന്ദി. ഇനി വിഷയത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ഈ കോൺഗ്രസ്സുകാരുടെ ഈ ബുദ്ധി എന്ന് പറയുന്നത് കാൽപാദത്തിനടിയിലാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിയെ അവിടെ ഇപ്പം അമേദിയിൽ അവിടെ തന്നെ മത്സരിപ്പിച്ചിട്ട് ജയിപ്പിക്കാൻ വേണ്ടത് ഇവിടെ മത്സരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കേരളത്തിൽ നിന്നുള്ള ഒരാളെ ജയിപ്പിക്കാമായിരുന്നു. അവിടെ പരാജയപ്പെട്ടതാണെങ്കിൽ ഇദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് മത്സരിപ്പിച്ചിട്ട് വീണ്ടും വിജയിപ്പിച്ചാൽ മതി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AK ആന്റണിയെ മലപ്പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സീറ്റിൽ തന്നെ ഇല്ലാത്ത ഒരു AK ആന്റണി, ജനങ്ങൾക്ക് വേണ്ടാത്ത AK ആന്റണി, അദ്ദേഹത്തെ മലപ്പുറത്തെ ലീഗിന്റെ സീറ്റ് രാജിവെപ്പിച്ചും കൊണ്ടിട്ട് മുഖ്യമന്ത്രിയാക്കിയ കേരളമാണ്. പിന്നെ താങ്കൾ പറയുന്ന പറഞ്ഞാൽ ഈ ചില ആൾക്കാർ പറയുന്ന പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ചോദിച്ചത് കാരണം പറഞ്ഞാൽ ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലി ചെയ്യാനായിട്ട് കേരളത്തിലേക്ക് വരുന്നവരെ ഞങ്ങൾ എന്താ വിളിക്കുന്നത്? അവരെ അന്യ സംസ്ഥാന തൊഴിലാളി എന്നല്ല, അത് ഞങ്ങളുടെ അതിഥി തൊഴിലാളി എന്നാണ് പറയുന്നത്. അതിഥിയാണ് എന്നതുപോലെ രാഹുൽ ഗാന്ധി ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് അതിഥിയായി വന്നു. ആ അതിഥിയെ ഞങ്ങൾ സൽക്കരിച്ചു വിട്ടു. അപ്പോൾ അതിനുള്ള നന്ദി കാണിക്കേണ്ടതും കാണിക്കാതിരിക്കേണ്ടതും അദ്ദേഹത്തിന്റെ സംസ്കാരമാണ്, ആ പാർട്ടിയുടെ സംസ്കാരമാണ്. ഹലോ, ശരി, വ്യക്തമാണ്. അബ്ദുറഹ്മാൻ അഭിപ്രായം പങ്കുവച്ചതിന് വളരെ നന്ദി. റഷീദ് വിളിക്കുന്നുണ്ട് കൊയിലാണ്ടിയിൽ നിന്ന്. റഷീദിന്റെ അഭിപ്രായം എന്താണ്? രാഹുൽ ഗാന്ധി വളരെ ധർമ്മസങ്കടത്തിലാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസ്താവന വളരെ വേദനാജനകവുമാണ്. വയനാട്ടുകാരുമായിട്ടുള്ള ആ സംവാദം, ആ സംവേദനം നമ്മൾ കണ്ടതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യങ്ങളുടെ രക്ഷപ്പെടണം, ഇന്ത്യ മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കുകയും വേണം. അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇന്ത്യ ബെൽറ്റുകളിലെ ഇന്ത്യ മുന്നണിയുടെ ശുഷ്കമായ തേരോട്ടം നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി അമേഠിയിൽ തന്നെ വേണം. അമേഠിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവൂ എന്ന് കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും നേതാക്കളുടെ ആവശ്യം അനുസരിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വയനാട്ടിന് ഞാൻ ഒരിക്കലും വിട്ടുപോകില്ല, വയനാട്ടിൽ ജനങ്ങൾ എന്റെ ഹൃദയത്തിൽ ഉണ്ടാവും, നിങ്ങളുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി ഇന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വേദനപ്പെടേണ്ടതോ പ്രയാസപ്പെടേണ്ടതോ സങ്കടപ്പെടേണ്ടതോ യാതൊരു കാര്യവുമില്ല. രാഹുൽ ഇന്ത്യയെ നയിക്കുന്ന ഒരു നല്ലൊരു ഇന്ത്യയെ നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്. ആ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയുള്ള സുശക്തമായ നേതൃത്വം അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായും അദ്ദേഹം തന്നെയാവണം ഇന്ത്യ മുന്നണിയെയും ഇന്ത്യയെയും നയിക്കേണ്ട. വളരെ വ്യക്തമാണ് റഷീദ്, താങ്കളുടെ അഭിപ്രായം. നന്ദി വിളിച്ചതിന്. ഷൈജു വിളിക്കുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. ഷൈജുവിന്റെ അഭിപ്രായം പറഞ്ഞോളൂ. രാഹുൽ ഗാന്ധി ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു നേതാവാണ്. അപ്പൊ ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ തന്നെ രാഹുൽ ഗാന്ധി നിൽക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ വയനാട് എന്നും രാഹുൽ ഗാന്ധിനെ സഹായിച്ചിട്ടുള്ളൂ. അപ്പൊ കേരളത്തിൽ ജനങ്ങൾ എന്നും കോൺഗ്രസിനൊപ്പമാണ്. അത് എപ്പോഴാണെങ്കിൽ പോലും കോൺഗ്രസിനൊപ്പം തന്നെ അത് നിൽക്കത്തുള്ളൂ. അപ്പം പിന്നെ റായ്ബറേലിയില് രാഹുൽ ഗാന്ധി ഇന്ത്യയെ മുന്നണി നയിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ വരുന്ന ആളുകളിൽ പ്രധാനമന്ത്രി ആകേണ്ട ഒരാളാണ്. അപ്പോൾ അവിടെ തന്നെ നിന്ന് ഇന്ത്യ മുന്നണി നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളാണ്. അതുകൊണ്ട് വയനാട് ഒഴിയുന്നതിൽ യാതൊരു ദുഃഖവും നമുക്ക് തോന്നേണ്ടതില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് വയനാട് എന്നല്ല ഇന്ത്യയുടെ ഓരോ സ്ഥലങ്ങളും രാഹുൽ ഗാന്ധിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി എവിടെ നിന്നാലും വളരെ നല്ലൊരു കാര്യമാണ്. അതിനകത്ത് നമുക്ക് ഒരു വിഷമിക്കേണ്ട ആവശ്യമില്ല. രാഹുൽ ഗാന്ധിയുടെ സഹായം എപ്പോഴും കേരളത്തിലും വയനാട്ടിലും ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം സംശയാതീതമാണ്. ശരി ഷൈജു, വളരെ വ്യക്തമാണ് അഭിപ്രായം. വളരെ നന്ദി വിളിച്ചതിനും. അപ്പോൾ പൊതുവേദിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി. അടുത്ത മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.